Good morning to all. Today I am going to teach trends in digital marketing. There is various trends: voice search, smarter chat, micro moments, augmented reality and virtual reality, live video, more stores, artificial intelligence and machine learning, engagement based email marketing, rich lead profiling, browser push notifications, content personalization. ഫസ്റ്റ് വൺ ഈസ് വോയിസ് സെർച്ച്. നമുക്കറിയാമല്ലോ, പഴയ കാലത്ത് നമ്മൾ സെർച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്, ടൈപ്പ് ചെയ്തിട്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് വോയിസിലൂടെയൊക്കെയാണ്. അതായത് കസ്റ്റമേഴ്സ് അവരുടെ വോയിസ് അയച്ചിട്ട് ഡൗട്ട്സുകൾ ചോദിച്ച് ടൈപ്പ് ചെയ്യുന്നതിന് പകരം വോയിസിലൂടെയാണ് ഇപ്പോൾ കൊറീസ് നടത്തുന്നത്. Voice search is gaining popularity. All queries of customer will be voice based in near future. അതായത് ടൈപ്പിംഗ് മാറിയിട്ട് ഇപ്പോൾ വോയിസിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ പുതിയൊരു ട്രെൻഡായിട്ട് വന്നിരിക്കുന്നത്. വൺ ടൈപ്പ് ഓഫ് വോയിസ് സെർച്ച് ഈസ് ദാറ്റ് ആർ ഇംപ്ലിമെൻറ്റ് ബൈ സ്മാർട്ട് സ്പീക്കേഴ്സ് സച്ചസ്. അതായത് ഇപ്പോൾ ആമസോൺ, ആപ്പിൾ, ഗൂഗിൾ ഹോം, മൈക്രോസോഫ്റ്റ് ഇവരെല്ലാവരും ഈ വോയിസ് സെർച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ വോയിസ് സെർച്ച് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പഴയ കാലത്ത് ടൈപ്പ് ചെയ്ത് മെസ്സേജ് ചെയ്യുന്നതിന് പകരം കസ്റ്റമേഴ്സ് അവരുടെ വോയിസ് സെൻഡ് ചെയ്തിട്ട് കൊറീസൊക്കെ ചോദിച്ച് അതിന് റിപ്ലൈ വാങ്ങണം. അതാണ് വോയിസ് സെർച്ചിൽ പറയുന്നത്. അത് ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത് ആമസോൺ, ആപ്പിൾ, ഗൂഗിൾ ഹോം, മൈക്രോസോഫ്റ്റ് ഇത്തരം പേരാണ് ഈ വോയിസ് സെർച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ്, സ്മാർട്ടർ ചാറ്റ്. അതായത് ചാറ്റ് ബോക്സുകൾ വഴി കസ്റ്റമേഴ്സ് അവരുടെ കൊറീസ് ചോദിക്കുക. അതായത് 24 hours 7 daysലും ഈ കൊറീസ് കസ്റ്റമേഴ്സിന് അവരുടെ ഡൗട്ട്സ് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് ഈ ചാറ്റ് ബോട്ട്സ് പോലെയുള്ള ഫെസിലിറ്റീസുകൾ യൂസ് ചെയ്യുന്നു. അവർ അവരുടെ ഡൗട്ട്സും കൊറീസും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസൊക്കെ ഉണ്ടെങ്കിൽ അവർ ടൈപ്പ് ചെയ്ത് ചോദിക്കും. അവർ ബൈ ബിസിനസ് മാൻ ഈ 24 hours 7 daysലും ഇത് വാച്ച് ചെയ്ത് അതിനുള്ള റിപ്ലൈ കൊടുക്കുന്നു. അതാണ് സ്മാർട്ട് ചാറ്റിൽ വരുന്നത്. യൂസേഴ്സ് ഓഫ് ചാറ്റ് ബോക്സ് ഹാസ് ബീൻ റൈസിംഗ് ഇൻ റീസെൻറ്റ് ഇയേഴ്സ് ഫോർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പർപ്പസസ്. മെനി കസ്റ്റമേഴ്സ് പ്രിഫർ ടു യൂസ് ചാറ്റ് ബോട്ട്സ് ആസ് എ മേജർ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ കസ്റ്റമർ സർവീസ്. Chatbots offer real-time assistance to the user, dedicated support and proactive interactions where they ask questions to understand the real problems. അവർ ഈ ചാറ്റ് ബോക്സുകൾ വഴി ക്വസ്റ്റ്യൻസ് ചോദിച്ച് അതിൽ വഴി അവരെന്ത് ചെയ്യുന്നു, റിപ്ലൈ കിട്ടുന്നവർക്ക്. ഇത് ചാറ്റ് ബോക്സ് 24 hours 7 days, അതായത് 365 daysഉം ഇത് വർക്കിംഗ് ആണ് ഈ ചാറ്റ് ബോക്സ്. നെക്സ്റ്റ് വരുന്നത് മൈക്രോ മൊമെൻറ്റ്സ്. നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മൾ ഒരുപാട് വെബ്സൈറ്റുകളിൽ കയറി, ഇപ്പോൾ ആമസോണിൽ കയറും, ഫ്ലിപ്കാർട്ടിൽ കയറും, ഇങ്ങനെ പല സൈറ്റുകളിലും കയറി നമ്മൾ ഒരുപാട് സെർച്ച് ചെയ്തിട്ടാണ് നമ്മളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പർച്ചേസ് ചെയ്യാനായിട്ട് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനമായിരിക്കും, പ്രൊഡക്റ്റ് ആയിരിക്കില്ല നമ്മൾ ഫൈനലി അത് പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഈ മൈക്രോ മൂമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു മൂമെൻറ്റ്സിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കസ്റ്റമേഴ്സിൻ്റെയിലേക്ക് എത്തിച്ച് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് അവരെ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാനായിട്ട് അവരെ നിർബന്ധിക്കുക. ആ ഒരു മൈക്രോ മൂമെൻറ്റ്സിൽ, അതായത് അവർ എപ്പോഴാണോ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കണേ ആ സമയത്ത് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് നമ്മുടെ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാനായിട്ട് അവരെ എംപവർ ചെയ്യുക. അതിനെയാണ് നമ്മൾ മൈക്രോ മൊമെൻറ്റ്സ്, ആ പർട്ടിക്കുലർ മൊമെൻറ്റ്സ്. നോക്കിക്കോ, ഇറ്റ് ഈസ് ദ ന്യൂ ട്രെൻഡ് ഓഫ് എംപവറിങ് ബ്രാൻഡ്സ് ടു റീച്ച് ഔട്ട് ദ റൈറ്റ് ഓഡിയൻസ് ആസ് പെർ ദ നീഡ്സ് ആൻഡ് റിക്വയർമെൻറ്റ്. അവരുടെ നീഡ്സ് റിക്വയർമെൻറ്റ് അനുസരിച്ച് ആ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിൻ്റെയിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു ന്യൂ ട്രെൻഡാണ്. ഇറ്റ് ഗീവ്സ് എ ന്യൂമറസ് ഓപ്പർച്യൂണിറ്റി ടു ക്യാറ്റർ ടാർഗറ്റ് ഓഡിയൻസ് ത്രൂ ഇൻ്റർനെറ്റ് ബേസ്ഡ് ആക്ഷൻസ്. ഇത് ഒക്കെ എന്താണ്, നമ്മുടെ ഇൻ്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടെക്നോളജികളാണ് മൈക്രോ മൊമെൻറ്റ്സ്. അതായത് ആ പർട്ടിക്കുലർ ആ മൊമെൻറ്റ്സിൽ കസ്റ്റമേഴ്സിന് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എത്തിച്ച് ആ പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് അവരെ നിർബന്ധിക്കുക. അതാണ് മൈക്രോ മൊമെൻറ്റ്സിൽ പറയുന്നത്. നെക്സ്റ്റ്, ഒഗ്യുമെൻറ്റഡ് ആൻഡ് വെർച്വൽ റിയാലിറ്റി മാർക്കറ്റിംഗ്. നമ്മളിത് ഒഗ്യുമെൻറ്റഡ് നേരത്തെ പഠിച്ചിരുന്നു, അതായത് വിഷ്വലൈസേഷൻ ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് അത് മനസ്സിലാക്കിയ
Virtual and augmented reality offer significant opportunity for brand promotion and the sale of the product and services, but also to promotion and the sale of product and services, but also to engage and retain customers. വെർച്വൽ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ എക്സ്പീരിയൻസ് ചെയ്യിക്കുകയാണ് നമ്മൾ. അതെങ്ങനെ ചെയ്യണേ അതാണ് പറയുന്നത്. വെർച്വൽ റിയാലിറ്റി മാർക്കറ്റിംഗ് അലൗ കമ്പനീസ് ടു ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ എക്സ്പീരിയൻസ് ആൻഡ് ആക്ഷൻ. എന്താണ് ആക്ഷൻ എന്നുള്ള എക്സ്പീരിയൻസ് അത് കാണിച്ചു കൊടുക്കുക, അവരെ കാണിച്ചിട്ട് ആ പ്രൊഡക്റ്റും അവരെ മനസ്സിലാക്കി കൊടുക്കുക. അതാണ് എക്സ്പീരിയൻസ് ആൻഡ് ആക്ഷൻ. ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ഈസ് ആൻ എമർജിംഗ് ട്രെൻഡ്സ് ഇൻ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് സ്ട്രാറ്റജീസ്. ഇറ്റ് അലൗസ് ബ്രാൻഡ് ടു ഗീവ് കസ്റ്റമേഴ്സ് യുണീക്ക് എക്സ്പീരിയൻസ് വിത്ത് ദി കൺവീനിയൻസ് ഓഫ് ടാപ്പിംഗ് ഇൻ ടു ദെയർ മൊബൈൽ ഡിവൈസസ്. അതായത് മൊബൈൽ ഡിവൈസസ് വഴി അവർക്ക് ആ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി, ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള റിയൽ എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഗ്യാപ്പ് ബിറ്റ്വീൻ എക്സ്പീരിയൻസ് ആൻഡ് ആക്ഷനും കുറയ്ക്കാനായിട്ട് ഈ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. നെക്സ്റ്റ്, ലൈവ് വീഡിയോസ് മോർ സ്റ്റോറീസ്. അതായത് ഇപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നേക്കാളും ഇഫക്റ്റീവായിരിക്കും ലൈവ് വീഡിയോസുകൾ അല്ലേ. അപ്പോൾ അങ്ങനെ ലൈവ് വീഡിയോസ് വഴി കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുക. അതാണ് ലൈവ് വീഡിയോസ് മോർ സ്റ്റോറീസ് എന്ന് പറയുന്നത്. ലൈവ് കണ്ടൻറ് ഈസ് ദ ഫാസ്റ്റ് ഗ്രോയിങ് സെഗ്മെൻറ്റ് ഓഫ് ഇൻ്റർനെറ്റ് വീഡിയോ ട്രാഫിക് ഡ്യൂ ടു റിമാർക്കബിൾ ഡെവലപ്മെൻറ്റ് ഇൻ റീസെൻറ്റ് ഇയേഴ്സ് ത്രൂ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആൻഡ് യൂട്യൂബ് എക്സെട്ര. ഇറ്റ് ഈസ് ഇഫക്റ്റീവ് ബിക്കോസ് ഇറ്റ് ഈസ് ഫ്രീ. അത് ഫ്രീ ആയിട്ട് കിട്ടും. ടേക്ക് എ ഷോർട്ട് ടൈം ടു പ്രൊഡ്യൂസ് വൈൽ ഇറ്റ് ഓഫേഴ്സ് റിയൽ ടൈം യൂസർ എൻഗേജ്മെൻറ്റ്. Moreover, it has the ability to generate greater impression than പോസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ ദ ന്യൂസ് ഫീഡ്. അതായത് നമ്മളൊരു പോസ്റ്റ് ഇടുന്നേക്കാളും കൂടുതൽ ഇഫക്റ്റീവായിരിക്കും എന്ത് ലൈവ് വീഡിയോസൊക്കെ. നമുക്കറിയാമല്ലോ, നമ്മളിപ്പോൾ ഒരു പോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളത് ശ്രദ്ധിച്ചൊന്നും വരില്ല. പക്ഷേ ഇപ്പോൾ ഒരു ലൈവ് വീഡിയോ ഒക്കെ ആണെങ്കിൽ നമ്മൾ കൂടുതൽ അത് നോട്ട് ചെയ്ത പ്രൊഡക്റ്റ് കൂടുതൽ നമ്മൾ അട്രാക്റ്റ് ചെയ്യിക്കും. അതാണ് ലൈവ് വീഡിയോ ആൻഡ് മോർ സ്റ്റോറീസിൽ പറയുന്നത്. ലൈവ് കണ്ടൻറ് ഈസ് ദ ഫാസ്റ്റ് ഗ്രോയിങ് സെഗ്മെൻറ്റ് ഓഫ് ഇൻ്റർനെറ്റ് വീഡിയോ ട്രാഫിക് ഡ്യൂ ടു റിമാർക്കബിൾ ഡെവലപ്മെൻറ്റ് ഇൻ റീസെൻറ്റ് ഇയേഴ്സ് ത്രൂ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആൻഡ് യൂട്യൂബ്. ഇറ്റ് ഈസ് ഇഫക്റ്റീവ് ബിക്കോസ് ഇറ്റ് ഈസ് ഫ്രീ, ടേക്ക് എ ഷോർട്ട് ടൈം ടു പ്രൊഡ്യൂസ് വൈൽ ഇറ്റ് ഓഫേഴ്സ് റിയൽ time user engagement. Moreover, it has the ability to generate great impression than post published in the news field. ന്യൂസ് ഇടുന്നേക്കാളും ഇഫക്റ്റീവായിരിക്കും എന്ത് നമ്മൾ ഇതുവഴി ലൈവ് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ. നെക്സ്റ്റ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് ആൻഡ് മെഷീൻ ലേണിംഗ്. Global leaders like Amazon, Microsoft and Google extending their resources in artificial intelligence and machine learning. Artificial intelligence allow marketers to anticipate future probable patterns of their customers based on collected data. ഒരു കളക്റ്റഡ് ഡാറ്റയുടെ ബേസിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെഷീൻ ലേണിംഗ് ഉപയോഗിച്ച് അവരുടെ ഫ്യൂച്ചറിലെ പ്രോബബിൾ പാറ്റേൺ ഓഫ് ദെയർ കസ്റ്റമേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് allow marketers to anticipate future probable patterns of their customers based on collected data. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തുകൊണ്ട് അവർക്ക് പ്രോബബിൾ കസ്റ്റമേഴ്സിൻ്റെ പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്, ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് എന്തിൻ്റെ ബേസിലാണ്? കളക്റ്റഡ് ഡേറ്റയുടെ ബേസിലാണ് അവർക്കത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ആമസോൺ, അത് മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ ഇവരെല്ലാവരും ഈ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, എൻഗേജ്മെൻറ്റ് ബേസ്ഡ് ഇമെയിൽ മാർക്കറ്റിംഗ്. എൻഗേജ്മെൻറ്റ് ബേസ്ഡ് ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റേഴ്സ് ഹാവ് സ്റ്റാർട്ടഡ് ടു ഗിവ് മോർ അറ്റൻഷൻ എബൌട്ട് സെൻഡിങ് ഇമെയിൽ ടു സബ്സ്ക്രൈബേഴ്സ് ഹു ആർ ആക്റ്റീവ് ഓൺ ദെയർ ലിസ്റ്റ്. നിങ്ങൾക്കറിയാം, ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ചെയ്ത ചാനലുകാർ ആ പ്രൊഡക്റ്റുമ്പോൾ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സോ അല്ലെങ്കിൽ അവർ ഡിസ്കൗണ്ടുകൾ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും അഡീഷൻസ് വന്നു കഴിഞ്ഞാൽ അവർ നമ്മളെ ഇമെയിൽ വഴി ആ ഇൻഫർമേഷൻ അറിയിക്കും. അതാണ് എൻഗേജ്മെൻറ്റ് ബേസ്ഡ് ഇമെയിൽ മാർക്കറ്റിങ്ങിൽ പറയുന്നത്. മാർക്കറ്റേഴ്സ് ഹാവ് സ്റ്റാർട്ടഡ് ടു ഗീവ് മോർ അറ്റൻഷൻ എബൌട്ട് സെൻഡിങ് ഇമെയിൽ ടു സബ്സ്ക്രൈബേഴ്സ് ഹു ആർ
ആക്റ്റീവ് ഓൺ ദെയർ ലിസ്റ്റ്, അവരുടെ ലിസ്റ്റിൽ അല്ലെങ്കിൽ അവർ സബ്സ്ക്രൈബേഴ്സിൽ കൂടുതൽ ആക്റ്റീവായിട്ടുള്ളവർക്ക് അവരെന്ത് ചെയ്യും, മെയിൽ വഴി അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് സെൻഡ് ചെയ്യുന്നതാണ് എൻഗേജ്മെൻറ്റ് ബേസ്ഡ് ഇമെയിൽ മാർക്കറ്റിംഗ്. മാർക്കറ്റേഴ്സ് ഹാവ് സ്റ്റാർട്ടഡ് ടു ഗീവ് മോർ അറ്റൻഷൻ അബൌട്ട് സെൻഡിങ് ഇമെയിൽ ടു സബ്സ്ക്രൈബേഴ്സ് ഹു ആർ ആക്റ്റീവ് ഓൺ ദെയർ ലിസ്റ്റ്. നെക്സ്റ്റ്, rich lead profile. Data enrichment has become more and more important now due to companies that collect and manage complex data for millions of leads and business. Lead enrichment is when you verify, correct and include additional information to a lead in order to enhance your data. റിച്ച് ലീഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഡാറ്റ ഉപയോഗിച്ച് നമ്മൾ ഇൻഫോർമേഷൻ എടുക്കുമ്പോൾ ആ ഡാറ്റ നമ്മൾ വെരിഫൈ ചെയ്യണം, കറക്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ആ ഡാറ്റയിൽ എന്തെങ്കിലും അഡീഷൻസ് വേണമെങ്കിൽ ആ അഡീഷൻസ് ആഡ് ചെയ്യണം. ഇതൊക്കെ ചെയ്യുന്നതാണ് റിച്ച് ലീഡ് പ്രൊഫൈൽ. അതായത് ഡാറ്റ എൻറിച്ച്മെൻ്റ് ആണ് ഇവിടെ നടക്കുന്നത്. ഡാറ്റയിൽ ചേഞ്ചസ് വരുത്തുക അല്ലെങ്കിൽ അഡീഷൻസ് വരുത്തുക. Data enrichment has more and more important now due to companies that collect and manage complex data for millions of leads and business. Lead enrichment is when you verify, correct and include additional information to a lead in order to enhance your data. നമ്മുടെ ഡാറ്റേനെ എൻഹാൻസ് ചെയ്യാനായിട്ട് നമ്മൾ ആ ഡാറ്റേനെ വെരിഫൈ ചെയ്യുന്നു, കറക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അഡീഷണൽ ഇൻഫോർമേഷൻസ് ആഡ് ചെയ്യുന്നു. ഇതൊക്കെയാണ് റിച്ച് ലീഡ് പ്രൊഫൈലിങ്ങിന് വരുന്നത്. ഇതും ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ട്രെൻഡായിട്ട് വരുന്നത് തന്നെയാണ്. നെക്സ്റ്റ്, ബ്രൗസർ പുഷ് നോട്ടിഫിക്കേഷൻസ്. നമുക്കറിയാം ഇപ്പം നമ്മൾ ബ്രൗസ് ചെയ്യുമ്പോൾ അതിൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് ഡിസ്പ്ലേ ചെയ്യാറുണ്ട്. അതുപോലെ കസ്റ്റമേഴ്സിലേക്ക് ഈ ബ്രൗസ് ചെയ്യുമ്പോൾ വരുമ്പോൾ അഡ്വർടൈസ്മെൻറ്റ് നോട്ടിഫിക്കേഷനും വഴി നമ്മുടെ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക. അതാണ് ബ്രൗസർ പുഷ് നോട്ടിഫിക്കേഷൻ പറയുന്നത്. Push notification are moving into the realm of web browser technology and are one of the most popular web development trend for 2009. അതായത് മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു ട്രെൻഡായിട്ട് വന്നിരിക്കുകയാണ്. കമ്പനീസ് യൂസ് ബ്രൗസർ പുഷ് നോട്ടിഫിക്കേഷൻ ടു റീച്ച് ദെയർ ലീഡ് മോർ ഇഫക്റ്റീവ്ലി ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദെയർ ഓഡിയൻസ് ഇൻ മോർ പവർഫുൾ വേ. നല്ല പവർഫുള്ളായിട്ട് അത് കസ്റ്റമേഴ്സിൽ എത്തിക്കാനായിട്ട് ഈ ബ്രൗസർ ഫുഡ് നോട്ടിഫിക്കേഷൻ വഴി പോസിബിളാണ്. ഇത് പോപ്പുലർ ആയിട്ടുള്ളത്, പോപ്പുലർ വെബ് ഡെവലപ്മെൻ്റ് ആയത് ഇൻ 2019 ആണ്. Companies can browse push notification to reach leads more effectively and communicate with their audience in more powerful way. Next വന്നത് content personalization. Personalization or customizing content for audience rely on visitors' data in order to deliver relevant content. It contains of showing dynamic landing pages based on specific criteria such as geographic, demographic or behavioral attitude, which highly target call to actions for the purpose of convening them more effectively. അതായത് ഒരു പർട്ടിക്കുലർ ഏരിയ, ജോഗ്രഫിക്കൽ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഡെമോഗ്രാഫിക്, ഈ തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ്സ്, അതാണ് കണ്ടൻറ് പേഴ്സണലൈസേഷൻ പറയുന്നത്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയനെ ബേസിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്റ്റിനെ ബേസ് ചെയ്തിട്ട് അഡ്വർടൈസ്മെൻറ്റ് ആ പർട്ടിക്കുലർ ഏരിയ ഉള്ളവരെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് കണ്ടൻറ് പേഴ്സണലൈസേഷൻ എന്ന് പറയുന്നത്. Personalization or customizing content for audience rely on visitors' data in order to deliver relevant content. It contains of showing dynamic landing pages based on specific criteria such as geographic, demographic or behavioral attitude, which are highly targeted call to actions for the purpose of കൺവെൻറ്റിങ് ദം മോർ ഇഫക്റ്റീവ്ലി. അത് കൂടുതൽ ഇഫക്റ്റീവായിട്ട് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനായിട്ട് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനെ ടാർഗറ്റ് ചെയ്യുക. അതിനെയാണ് കണ്ടൻറ് പേഴ്സണലൈസേഷൻ എന്ന് പറയുന്നത്. Then the different trends in digital marketing include voice search, smarter chat, micro moments, augmented and virtual reality, live video, more stores, artificial intelligence and machine learning, engagement based email marketing, rich lead profiling, browser food notification, last point content personalization.
Then we move to the assignment questions. First question, what is voice search? Second, what is augmented and virtual reality? Okay, thank you.